ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഒരു ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പം ഇന്നത്തെ മോർണിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ആദ്യമായിട്ടാണ് ഇന്ന് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ ഷംന സോഫിയ, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ നമ്മളെ ക്ലബിലേക്ക് വരാം. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുടെ കൂടെ, നല്ല പോസിറ്റീവ് കമ്മ്യൂണിറ്റീൻ്റെ കൂടെ നിങ്ങൾക്കൊരു യാത്ര തുടരാം. ജീവിതത്തിലെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാനും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാറ്റ്ഫോം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക്ക്, അപ്പം 3 ദിവസമായിട്ട് നമ്മൾ മണീനെ കുറിച്ച്, പണം എങ്ങനെ ചിലവഴിക്കണം, പണവുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എങ്ങനെ വരാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ആ പണത്തിനെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. പലപ്പോഴും പണത്തിൻ്റെ അക്കൗണ്ട്സിൻ്റെ, ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്ലാനറൊക്കെ ഉണ്ടാവില്ലേ. പല വ്യക്തികളും ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഞാൻ അത്രത്തോളം ഡീപ്പായിട്ടൊന്നും അല്ല പറയുന്നത്. നോർമലി ഒരു സാധാരണ മനുഷ്യന്, സാധാരണയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുന്ന പണം തികയാത്തൊരവസ്ഥ. എൻ്റെ കയ്യിൽ കുറേ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാസം സാലറി കിട്ടുമ്പോഴത്തേനും അത് ചിലവഴിക്കുകയാണ്, അല്ലെങ്കിൽ അത് തികയുന്നില്ല, ലഭിക്കുന്നത് ഒരു വറുതി തീരാത്തൊരവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാകും. ഇങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ കഴിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഹാപ്പി ആയിട്ട് നമ്മളെ ജീവിതത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഇൻകം സോഴ്സുകളെ കൂട്ടാം, അതിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം, പുതിയ ഓപ്പർച്യൂണിറ്റികൾ എങ്ങനെ തേടിയാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പൊതുജനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോർമൽ നമ്മൾക്ക് ഏതൊരു ആൾക്കും എളുപ്പത്തിൽ പണം നിയന്ത്രിക്കാനോ, അല്ലെങ്കിൽ അതിന് നിയന്ത്രിക്കണം എന്നുള്ള ഭയങ്കര ഉദ്ദേശമോ, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിവില്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ കുറേ ശ്രമിക്കുന്നുണ്ടാവും. പലപ്പോഴും അതുകൊണ്ട് കഴിയാത്തൊരവസ്ഥയായിരിക്കും. അത് പലപ്പോഴും അതിനെ മാനേജ് ചെയ്ത് പഠിക്കാത്ത ഒരു ശീലം ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു തോട്ട്, അങ്ങനെ ഒരു അവയർനെസ് പോലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. പലപ്പോഴും നമ്മൾ കടബാധ്യതയൊക്കെ കൂടി പല സാമ്പത്തിക പ്രശ്നങ്ങളിലും അകപ്പെട്ട് പല ബുദ്ധിമുട്ടുകളിലെ കുരുക്കിലും കിട്ടി നമുക്ക് ലഭിക്കുന്ന ഒരു 10,000 അല്ലെങ്കിൽ 20,000 50,000 കിട്ടുന്ന സാലറി തികയാതെ ഒരു വറുതി തീരാതെ നമ്മൾ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഈ കുടുങ്ങിപ്പോകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണം എന്ന് വെച്ചാൽ, കിട്ടുന്ന തുകയും നിങ്ങൾക്ക് ചിലവഴിക്കുന്ന തുകയും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഇപ്പം മാം എനിക്ക് 50,000 സാലറി കിട്ടുന്നത്, പക്ഷേ എനിക്കൊരു 15 ലക്ഷം കടമുണ്ട്, EMI തന്നെ ഒരു 75,000 ഉണ്ട് എന്നൊക്കെ പറയുമ്പം സ്വാഭാവികം ഒരു 50,000 കിട്ടുന്ന ആൾക്ക് നിത്യച്ചെലവിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. EMI തന്നെ അതിലും കൂടുതലാണ്, കിട്ടുന്നതിലും കൂടുതലാണ് EMI വരുന്നത് അല്ലേ. അപ്പം അവിടെ എക്സ്ട്രാ ടൈം ഇട്ട് വേറെ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ EMIകളെ കുറയ്ക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് നമ്മളവിടെ തേടേണ്ടി വരും. ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ കാരണം എന്തായിരിക്കും, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാം. പണം പല തവണ കിട്ടുന്നുണ്ട് അല്ലേ, പക്ഷെ എവിടെ പോകുന്ന അറിയാത്ത ഈ ഒരു അവസ്ഥയ്ക്കും, ഈ ഒരു ധാരണ ഇല്ലാതെ ആ ഒരു ധനത്തിൻ്റെ ക്ഷാമത്തിന് കാരണം നമുക്ക് എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം അല്ലേ. ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഇറിറ്റേഷൻ വരാറുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറി ഒരു അവബോധത്തിലേക്ക്, ഒരു ബോധ്യ തലത്തിലേക്ക് നമ്മൾ മാറേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത്, അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കടം വാങ്ങും അല്ലേ. അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ കടം കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട് തോന്നുന്ന സ്ഥലത്തു നിന്നൊക്കെ പണം വാങ്ങി ആ കാര്യം ചെയ്യാം, ഈ കാര്യം ചെയ്യാം, അപ്പം ഇങ്ങനെ അടിക്കാം. ഒരു പ്രതീക്ഷയിൽ, ഒരു ഫ്യൂച്ചർ, ഒരു വിഷൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇവിടുന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും, സ്റ്റക്കായി പോവും, നമ്പായി പോവും. ഇത് പലപ്പോഴും പല വ്യക്തികളെയും കുടുക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കിട്ടും, അവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ അത് സംഭവിക്കും, ഇത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മളിത് ചെയ്യും. ഇത് ചെയ്യുകയും ചെയ്തു, പക്ഷെ എന്നാൽ അവിടുന്ന് കിട്ടുമില്ല. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓട്ടായി.
അപ്പം നമ്മൾ വിചാരിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് നടക്കാതെ പോവുകയാണ്. അപ്പം ഭാവിയിലേക്കൊന്ന് നിക്ഷേപം ചെയ്യാൻ പറ്റാതെ, പൂർണ്ണമായിട്ട് മനസ്സിനൊരു സമാധാനം കിട്ടാതെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് മനുഷ്യൻ. ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കും പണം നമ്മളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് ശരിക്കും നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങണം. നമ്മൾ പണം നിയന്ത്രിക്കുന്നതിന് മുമ്പ് നമ്മൾ പണത്തിനെ നിയന്ത്രിക്കാൻ നമ്മൾ തുടങ്ങണം. എങ്കിൽ മാത്രമേ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 20,000 രൂപ കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ചാൽ 50% മാത്രമാണ് നമ്മൾ അത്യാവശ്യ നീഡ്സുകൾക്ക്, അഥവാ ഭക്ഷണം, വാടക, EMI, ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഫുഡ് കഴിക്കണം, ഒരു ഷെൽട്ടറിലെ അതുപോലെ തന്നെ EMIകൾ ഉണ്ടാവും, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള EMIകൾ ഉണ്ടാവും. ഇതൊക്കെ അടയ്ക്കുക എന്നുള്ളത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ആ അത്യാവശ്യ കാര്യങ്ങളാണ് 50%. കിട്ടുന്ന 50%ത്തിൽ ഒതുങ്ങുന്നതായിരിക്കണം ഇതെല്ലാം. അതിനനുസരിച്ചുള്ളതേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. 30%, ബാക്കി 50% ഉണ്ട്. അതിൽ 30% നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഫാൻസി വാങ്ങാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ, പോയി ഒരു കഫേയിൽ പോയി ഒരു ചായ കുടിക്കാൻ, അങ്ങനെ നമ്മൾ ആഗ്രഹങ്ങൾ, ഒരു വാൺസ് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ഇമ്പോർട്ടൻസ് ആണ് താനും, അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു 30%. ബാക്കി വരുന്ന 20% നിർബന്ധമായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടാന്ന് വെച്ചാൽ നമ്മൾ കിട്ടാത്തിടത്തൊന്നും പോയി നിങ്ങൾ അക്കൗണ്ടിൽ തന്നെ സേവിങ്സ് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചിട്ടിക്കൊക്കെ കൂടുക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടൊക്കെ ആക്കി വെക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് പിടിക്കാൻ കൊടുക്കല്ല, ഒരു കൂട്ടായ്മയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ 20% നിങ്ങൾക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കണം. അത് നിങ്ങളെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 20%. അതിൽ 15% നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാം. 5% എമർജൻസി ഫണ്ട് എന്നുള്ള നിലയിൽ തന്നെ മാറ്റി വെക്കണം. ഒരിക്കലും എടുക്കാത്ത രീതിയിൽ നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മളെ ഫിനാൻസിനെ ശരിക്കും മാനേജ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതിന് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് മന്ത്ലി ഇൻകം കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് വർക്ക് എന്നായിരിക്കും, അല്ലെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഇൻകം കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് ഞാൻ ഈ പറഞ്ഞ പെർസെൻറ്റേജിൽ മാറ്റേണ്ടത്. ചിലപ്പോൾ നിങ്ങളെ നീഡ്സ്, അഥവാ ഞാൻ ഈ പറഞ്ഞ EMI അല്ലാത്ത കാര്യങ്ങളൊക്കെ 50%-ൽ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും വർക്ക് എക്സ്ട്രാ ചെയ്യേണ്ടി വരും, അല്ല എക്സ്ട്രാ എന്തെങ്കിലും സ്കില്ല് നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ട് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു വഴി നിങ്ങൾ നോക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങളെ ഫിനാൻസിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാനേജ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിക്കും നിങ്ങളെ കയ്യിൽ എത്ര രൂപ ലഭിക്കുന്നുണ്ട്, ടോട്ടൽ നിങ്ങൾക്ക് എത്ര ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഒരു സ്മോൾ ഇൻകത്തിന് ആണെങ്കിലും ചെറിയൊരു പൈസകളാണെങ്കിലും കൂട്ടി വെച്ചിട്ട് അതിനെ എത്രത്തോളം ഒരു ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനെ കറക്റ്റായിട്ട് എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെച്ചിട്ട് അതിന് കറക്റ്റ് ഒരു മാനേജിങ് ഫിനാൻഷ്യൽ ഒരു പ്ലാൻ ഉണ്ടാക്കാം. ചെറിയ രീതിയിലൊക്കെ എങ്ങനെയൊക്കെ ചിലവഴിക്കണം, ഏത് രീതിയിലേക്കൊക്കെ പോകണം എന്നുള്ള ഒരു ചെറിയൊരു ബുക്കും പെന്നും എടുത്തിട്ട് എഴുതി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് ബുക്ക് എടുത്തിട്ട് എപ്പോഴും പോക്കറ്റിലോ നിങ്ങളെ വാലറ്റിലൊക്കെ വെക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ 1 രൂപയ്ക്ക് മുട്ടായി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ എഴുതണം, ഒരു 10 രൂപയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു കാര്യത്തിന് ആ ഫിനാൻഷ്യൽ എക്സ്പെൻസിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും അത് മനസ്സിലാക്കി എക്സ്പെൻസ് എവിടെയാണ് എനിക്ക് 1 രൂപ പോകുന്നത്, 5 രൂപ പോകുന്നത്, 10 രൂപ പോകുന്നത് എന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഹാൻഡ് ബുക്ക്. ഇത് കറക്റ്റായിട്ട് ഒരു മാസം നിങ്ങൾക്ക് ചിലവാകുന്ന ഓരോ രൂപയും എഴുതി വെക്കണം. ചിലപ്പം അവിടുന്ന് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാനിഫെസ്റ്റഡ് മണിയാണ്. അത് നിങ്ങളെ ക്രെഡിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കണം. ഇങ്ങനെ ഓട്ടോയ്ക്ക് കൊടുക്കുന്ന പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു കോഫി കുടിക്കുന്നതാവാം, സാധനങ്ങൾ വാങ്ങുന്നതാവാം, അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവെയർ ആവണം. നമ്മളുടെ ഉള്ളിൽ ചില പാറ്റേൺസ് ഉണ്ടാവും, ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടേയിരിക്കുന്നത്, കാണുന്നതൊക്കെ വാങ്ങുന്നത്, അല്ലെ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുന്ന ഒരു പാറ്റേൺ.
പൈസ അവിടുന്ന് വാങ്ങും ഇവിടുന്ന് വാങ്ങും, ഇങ്ങനെ ചിലവഴിക്കുന്ന ഒരു പാറ്റേൺ ചിലപ്പം ചില വ്യക്തികളിൽ ഉണ്ടാവും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം. എൻ്റെ ഉള്ളിൽ ഞാൻ എവിടെയാണ് എൻ്റെ പണം പോകുന്ന ആ ഒരു പാറ്റേൺ, അല്ലെ ആർക്ക് കൊടുക്കുന്നുണ്ട്, ഏത് രീതിയിൽ ചിലവഴിക്കുന്ന ഒരു ഡേ ചാർട്ട് ഉണ്ടാക്കുക. സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഒരു 30 ഡേ നിങ്ങൾ നിങ്ങളെ എക്സ്പെൻസ്, നിങ്ങളെ പണത്തിൻ്റെ ചിലവഴിക്കൽ ചാർട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ പാറ്റേൺ മനസ്സിലാവും, ഏത് രീതിയിൽ എങ്ങനെ പോകുന്നു. ചെറിയ ചിലവുകൾ കണ്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ നമ്മൾ കാണേണ്ടി വരും. ചെറിയ ചെറിയ ചിലവുകൾ നിങ്ങളെ ഭയങ്കരമായിട്ട് കാർന്ന് തിന്നു. അപ്പം ഈ ചെറിയ ചിലവുകൾ നമ്മൾ കാണൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രതിസന്ധിയിൽ ആഴ്ത്തും എന്നുള്ളത് തീർച്ചയാണ്. അത് കണ്ടെടുക്കൽ അനിവാര്യം തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അതൊരു ശീലമാക്കി തന്നെ വേണം. മന്ത്ലി സാലറി കിട്ടുമ്പോൾ ആദ്യം 20% വേറെ ആക്കി തന്നെ വെക്കണം. അത് നമ്മളൊരു ശീലമാക്കി മാറ്റണം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ അതിനെ ശീലാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണി നമ്മളെ മാനേജ് ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അപകടത്തിലേക്ക് പോകും. നമ്മൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷം മാത്രമേ നമുക്ക് 20% ഡെപ്പോസിറ്റ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം കിട്ടുന്നത് മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കും. ഈ സേവിങ് അക്കൗണ്ട് അതിൽ ഇൻകം ഇങ്ങനെ കൂടുന്തോറും, അല്ലെങ്കിൽ മണീൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടുന്തോറും നമ്മുടെ ടെൻഷൻ അവിടെ കുറയും. നമുക്കൊരു സമാധാനം ഉണ്ടാവും, ഒരു ഭയങ്കര ഒരു സ്വസ്ഥത ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കടങ്ങൾ, നമ്മുടെ ഡെറ്റ്, EMI കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. ഒരേ സമയം പല EMI ഉണ്ടാവും. ബജാജ് ഉണ്ടാവും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിയതുണ്ടാവും, ഫോൺ വാങ്ങിയതുണ്ടാവും, വീടിൻ്റെ ലോൺ ഉണ്ടാവും. എല്ലാ EMI കൂടെ, ഭാര്യയ്ക്ക് ജോലി കിട്ടിയാൽ അവൾ വീടിന് കാര്യം നോക്കും, ഭർത്താവിന് EMI മൊത്തം അടയ്ക്കും. ഇങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലേക്കും എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് സ്റ്റേക്കായാൽ മൊത്തം ടോട്ടലി ഡൗൺ ആവും. പിന്നെ ആ ഒരു ഫാമിലി ഇഷ്യൂസും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിനെ മാനേജ് ചെയ്യാം. നേരത്തെ കണക്ക് കൂട്ടി മനസ്സിലാക്കി ഒരു EMI വീതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. ഒന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അടുത്തത് എന്നുള്ള രീതിയിലേക്ക് പോവാം. നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, എല്ലാം നേടിയെടുക്കണം എന്ന് വിചാരിച്ച് ലോകത്തുള്ളതെല്ലാം വാങ്ങിയെടുക്കാനും കൂട്ടിയെടുക്കാനും ഒന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനെന്ത് ചെയ്യാൻ, സൂക്ഷിക്കാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ വേണ്ട രീതിയിലേക്ക് നിങ്ങളെ പണത്തെ ചെലവഴിക്കാനൊക്കെ. അപ്പോൾ കടമെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കടമെടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതിന് നേരത്തെ തന്നെ കാലെ കൂട്ടി കണക്കാക്കി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ലോക്കാവും. എവിടെയാണ് നമ്മൾ ലോക്കാവുന്നത് എന്ന് പറയാൻ പറ്റൂല. തിരിച്ചു കൊടുക്കാനുണ്ട്, അത് എങ്ങനെ കൊടുക്കുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വേണം ഇവിടുന്ന് വാങ്ങാൻ. നേരത്തെ അവിടുന്ന് കിട്ടുമെന്ന് തോന്നുമ്പോൾ കിട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അവിടെ സ്റ്റെക്കായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നേരത്തെ ഇതിനെക്കുറിച്ച് ബോധ്യം വേണം. പണം എന്ന് 3 കാര്യങ്ങൾ നമ്മൾ കാർന്നു തിന്നു. ഒന്ന് കടം, രണ്ടാമത്തത് ഒരു ശത്രുവാണ്, മൂന്നാമത്തെ ഒരു ചെറിയ തീപ്പൊരിയാണ്. ഒരു ചെറിയ തീപ്പൊരി മതി ഫുൾ കത്തി നശിക്കാൻ. ഒരു ചെറിയൊരു ശത്രു മതി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ചെറിയൊരു കടം അതിനെ പരിഗണിച്ചില്ലെങ്കിൽ അത് വലുതായി മാറും. ഈ 3 കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളെ ജീവിതം നിങ്ങളെ തന്നെ കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് പോകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് മനസ്സിലാക്കണം. കിട്ടും എന്ന് വിചാരിച്ച് എല്ലാം അങ്ങ് ചെയ്ത് കൂട്ടാൻ പാടില്ല. കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാൻ പഠിക്കുന്നവരായിരിക്കണം നമ്മൾ. ക്രെഡിറ്റ് കാർഡൊക്കെ നിങ്ങളത് സൂക്ഷിച്ചുപയോഗിക്കണം. എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫുള്ള് നമ്മൾ സ്വൈപ്പ് ചെയ്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്കപ്പും കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം. അപ്പം എപ്പോഴും ഒരു അഫോർമേഷൻസ് പറഞ്ഞെടുക്കുക. എനിക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് എൻ്റെ പണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. എൻ്റെ പണത്തെ ഞാൻ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിവുണ്ട്. എനിക്ക് എല്ലാത്തിനും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട്. എൻ്റെ പണത്തിനെ ഞാൻ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നവളാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അല്ലെ കഴിയുന്നവനാണ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പം തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും.
അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് നല്ല സ്മാർട്ട് സേവിങ് ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പല സേവിങ് മെത്തേഡ്സും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പലതരത്തിൽ 500 രൂപ ഒരു മാസം ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. 200 100 നിങ്ങൾക്ക് പറ്റുന്ന അത്ര നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. 5% നിങ്ങൾ എടുക്കാണ്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം, എമർജൻസി ഫണ്ടായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്ര രൂപയാണോ അതിനകത്തുനിന്ന് 1% നിങ്ങൾ എടുത്തു വെക്കുക. കിട്ടുന്നത് മൊത്തം ചിലവാക്കാതെ എടുത്തു വെക്കുന്ന ശീലം. പേഴ്സിൽ നല്ല നിവർത്തി, ക്യാഷ് എവിടെയാണോ എടുത്തു വെക്കുന്നത് അവിടെ നല്ല നിവർത്തി വൃത്തിക്ക് കൊണ്ടുപോയി ചുരുട്ടിയിടുകയല്ല വേണ്ടത്. നല്ല നിവർത്തി നല്ല വൃത്തിക്ക് എടുത്തു വെച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ ആ സേവിങ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. നമുക്കിതൊരു ഹാബിറ്റാക്കി ചെറിയ ചെറിയ പൈസ കുട്ടികൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡപ്പ വാങ്ങിക്കൊടുക്കാം, ഒരു ബോക്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ട്. എൻ്റെ മോള് ഇപ്പം തന്നെ ഒരു ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ എന്നെ 10 20 5 എന്നൊക്കെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട് അവൾ കിട്ടുന്ന രൂപയൊക്കെ അതിനകത്ത് കൊണ്ടിടും. എന്നിട്ട് ഇങ്ങനെ വെട്ടിയിടും. കഴിഞ്ഞ ദിവസം അതൊക്കെ പൊട്ടിച്ചിട്ട് കുറേ ചില്ലറ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചില്ലറ നോട്ടൊക്കെ അവൾ ഉപ്പച്ചിക്ക് കൊടുത്തിട്ട് 500 രൂപ, വലിയൊരു എമൗണ്ട്, ഭയങ്കര സന്തോഷം. 500 കിട്ടിയിട്ട് 500 കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ അവള് ആ ഒരു ബോക്സിൽ 500ന്റെ നമ്പർ വന്നില്ലേ. അത് അവർക്ക് ഭയങ്കര, അങ്ങനെ കുട്ടികൾക്ക് അതൊരു ശീലമാക്കി കൊടുക്കാം. നമ്മൾ അങ്ങനെ ഒരു ശീലമാക്കി എടുക്കാം. ഇത് നമ്മളെ ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും നമ്മളെ ഫിനാൻസിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനും നമുക്കൊരു ഹാപ്പിനെസ് നമ്മളെ ലൈഫിൽ കിട്ടാനും ഇതൊരു കാരണമാകും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതോടെ നമ്മുടെ ഒരു ടെൻഷന്, ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള ഓരോ ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യാം. കൂടുതൽ ഡീപ്പായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നോർമലായിട്ട് സാധാ ഒരു മനുഷ്യന്മാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി നമ്മളെ കമ്മ്യൂണിറ്റി ക്ലബ്ബിൽ വരാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. എല്ലാം നൽകുന്ന ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ് നമ്മളെ ക്ലബ്ബ്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.